ഡിയറസ്റ്റ് ജെന്റിൽ വ്യൂവേഴ്സ്, നെറ്റ്ഫ്ലിക്സിലെ ഇപ്പോഴത്തെ ഹോട്ട് സീരീസായ ബ്രിജറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ജൂലിയ കിൻഡ് എന്ന എഴുത്തുകാരിയുടെ ബ്രിജറ്റൻ എന്ന നോവലിൽ നിന്ന് എടുത്ത സീരീസാണ് ഈ ബ്രിജറ്റൻ എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിലെ ലണ്ടൻ സൊസൈറ്റിയെ പശ്ചാത്തലമാക്കി ഒരുക്കിയ അവിടുത്തെ ഹൈ ക്ലാസ് ഫാമിലീസിൻ്റെ മാച്ച് മേക്കിംഗ് ആണ് ഈ സീരീസിലെ കഥ. ഈ സീരീസിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ബ്രിജറ്റൻ എന്ന ഫാമിലിയും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുമാണ്. ഈ ഫാമിലിയിൽ 8 മക്കളുണ്ട്. ആ 8 മക്കൾക്ക് മാച്ച് മേക്കിംഗ് നടത്തുക എന്ന ഒരു കാര്യമാണ് ഈ സീരീസ് മൊത്തം പറയുന്നത്. അപ്പോൾ ഇതിൽ ബ്രിജറ്റൻ ഫാമിലിയിൽ മക്കളും അവരുടെ പാർട്ട്നേഴ്സും ഒക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. പിന്നെ ബാക്കി വരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ നറേറ്ററായിട്ട് ഒരാളുണ്ട്. അതാണ് ഈ സീരീസിൻ്റെ യുണീക്ക് ആക്കുന്ന വേറൊരു ഘടകം. ലേഡി വിസിൽ ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, അതായത് സസ്പെൻസ് പൊളിക്കുകയാണ്, ഈ ബ്രിജറ്റൻ ഫാമിലിയിലെ ഒരു മകനെ കല്യാണം കഴിച്ച ഒരാളാണ് ഈ ലേഡി വിസിൽ ഡൗൺ എന്ന് പറയുന്നത്. ലേഡി വിസിൽ ഡൗൺ എന്ന് പറയുന്നത് ആ സൊസൈറ്റിയിലെ, ആ നാട്ടിലെ ഗോസിപ്പ് ക്വീൻ എന്ന് വേണമെങ്കിൽ പറയാം. അവർ ന്യൂസ് പേപ്പറിൽ ഗോസിപ്സ് എഴുതി വിടും, എന്താണ് സൊസൈറ്റിയിൽ നടക്കുന്നത് എന്നുള്ള. ഓരോ സീസണിലെ മാച്ച് മേക്കിങ്ങിലും എന്തൊക്കെ ഗോസിപ്സ് ആണ് നടക്കുന്നതെന്നുള്ളത് ഈ ലേഡി വിസിൽ ഡൗൺ എഴുതി വിടും. ഈ ലേഡി വിസിൽ ഡൗണിൻ്റെ നറേറ്റീവിലാണ് നമ്മൾ ഈ സീരീസ് കാണുന്നത്. ബ്രിജറ്റൻ ഫാമിലി, ലേഡി വിസിൽ ഡൗൺ, പിന്നെ ഈ സൊസൈറ്റീൻ്റെ ക്യൂനായിട്ട് ഒരാളുണ്ട്, ക്യൂൻ ഷാർലറ്റ് എന്ന് പറഞ്ഞ്. പിന്നെ അതുപോലെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സും മെയിൻ ക്യാരക്ടേഴ്സും ഉണ്ട്. കൂടുതലും ബ്രിജറ്റൻ ഫാമിലീസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീരീസിൽ ആദ്യത്തെ സീസണിൽ അവരുടെ ഒരു മകളെ കല്യാണം കഴിച്ചു, ഡാഫ്നെ എന്ന് പറഞ്ഞ മകളെ കല്യാണം കഴിപ്പിച്ചു. രണ്ടാമത്തെ സീസണിൽ ആൻ്റണി എന്ന് പറഞ്ഞ മകനെ കല്യാണം കഴിപ്പിച്ചു. മേ ബി രണ്ടാമത്തെ സീസണിൽ ഒരുപാട് ക്ലിപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൗത്ത് ഏഷ്യൻ ഇന്ത്യയിലുള്ള 2 നടിമാരതിൽ അഭിനയിച്ചിരുന്നു. ആ പേരിലുള്ള 2 നടിമാർ അഭിനയിച്ചിരുന്നു. മൂന്നാമത്തെ സീസണിലാണെങ്കിൽ കോളിൽ എന്നും ഫ്രാൻസിസ്കെ എന്ന് പറഞ്ഞിട്ടുമുള്ള 2 മക്കളുടെ കല്യാണം കഴിഞ്ഞതായിട്ടാണ്, മാച്ച് മേക്കിംഗ് സക്സസ്ഫുൾ ആയിട്ട് നടന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ 4ാമത്തെ സീസണിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ബെനഡിക്റ്റ് എന്ന കഥാപാത്രമാണ് കാണിച്ചേക്കുന്നത്. മാച്ച് മേക്കിംഗ് സീരീസുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ക്രേസി റിച്ച് ഏഷ്യനെയൊക്കെ പോലെ ഹൈ ക്ലാസ് സൊസൈറ്റിയിലുള്ളവരുടെ മാച്ച് മേക്കിംഗ് സീരീസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമെന്നാണ്. പക്ഷേ ഇതൊരു പീരിയോഡിക് ഡ്രാമ എന്ന വിഭാഗത്തിൽ കൂട്ടാൻ പറ്റുമെങ്കിലും ഒരു ഹിസ്റ്റോറിക്കലി നമുക്ക് റെഫറൻസ് എടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഡ്രാമയായിട്ടല്ല ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥയിലുപരി ഇതിൻ്റെ മൊത്തത്തിലുള്ള എസ്തെറ്റിക്സ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അഭിനയം ഒക്കെ ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കുന്ന ഒരു സീരീസാണ്. ഇതിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാച്ച് മേക്കിംഗ് ആണ്. ഭയങ്കര എനിക്ക് തോന്നുന്നു സീരീസ് 18+ ആണ്. ഭയങ്കര പാഷനേറ്റ് ലവ് കാണിക്കുന്ന, ഭയങ്കര പാഷനേറ്റ് അൺറൂൾഡ് ലവ് കാണിക്കുന്ന ഒരു സീരീസാണ്. ഒരു ടിപ്പിക്കലി ഒരു പീരിയോഡിക് ഡ്രാമയിലുള്ള പോലത്തെ ഡയലോഗ്സ് അല്ല. ഭയങ്കര ഒരു വിമൻ എംപയർമെൻറ്റ് ഉള്ള സ്ത്രീകളാണ് ആ സീരീസിലുള്ളത്. പിന്നെ കുറേയൊക്കെ നമുക്ക് അവിടുത്തെ അന്നത്തെ 19-ാം നൂറ്റാണ്ടിലെ ഒന്നുമില്ല എന്നല്ല പറയുന്നത്. 19-ാം നൂറ്റാണ്ടിലെ കുറേ റെഫറൻസുകൾ ഉണ്ടെങ്കിലും ടോട്ടലി ഒരു പീരിയോഡിക് സാധനമല്ല, അതൊരു ഹിസ്റ്ററി റെഫറൻസ് ഒന്നും അല്ല. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരാണെങ്കിലും ലൈക്ക് 4ാമത്തെ സീസൺ എത്തിയാതെ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാത്ത ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ടൈലർ മെയ്ഡാണെന്ന് തോന്നുന്നതാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു എസ്തെറ്റിക്സ് എടുക്കുകയാണെങ്കിൽ കൊട്ടാരങ്ങൾ, വലിയ വലിയ ബിൽഡിങ്സ്, ബംഗ്ലാവ് പോലത്തെ ഉള്ള ബിൽഡിങ്സ്, പിന്നെ മൊത്തത്തിൽ പൂക്കളുകൾ എല്ലാം കൂടെ കൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഥയൊന്നും മനസ്സിലായെങ്കിൽ പോലും ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സീരീസാണ്. കണ്ണിന് ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ്നെസ് തരുന്ന, മൊത്തത്തിൽ ആർട്ടായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിങ്സ് ആയാലും മൊത്തത്തിൽ ഗാർഡനിങ് സെറ്റപ്സ്. ഇതിൽ കുറേ ബോൾസ് നടക്കും. അതായത് ഈ മാച്ച് മേക്കിംഗ് നടക്കുന്നത് ആളുകളെ ഈ ബ്ലൈൻഡ് ഡേറ്റിന് കൊണ്ടുപോകാന്നൊക്കെ പറയില്ല, അത് കണക്ക് ഈ കല്യാണത്തിന് പ്രായമായിട്ടുള്ള ആളുകളെയൊക്കെ ബോൾസ് ഒരു ഗ്യാതറിങ് പോലെ കൊണ്ടുവരും. ഈ ബോൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൊത്തം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സീരീസ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സെക്കൻഡ് തിങ്, ഇവരുടെ കോസ്റ്റ്യൂംസ് 19th സെഞ്ച്വറിയിലെ ഇൻസ്പിറേഷൻ ഉണ്ട്, പ്ലസ് മോഡേൺ ടച്ചിലുള്ള കുറേ റെഫറൻസുകൾ വിത്ത് 19th സെഞ്ച്വറിയിലെ ഡ്രസ് മോഡലും. അതും പിന്നെ അവരുടെ മേക്കപ്പ് ആയാലും ഓരോ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മേക്കപ്സ്, ഹെയർ സ്റ്റൈൽ എല്ലാം കൂടെ കൊണ്ട് നമുക്ക് ആ ഒരു ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്നതും ഭയങ്കര നമുക്ക് ഫൺലി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നതായിട്ടുള്ളൊരു സീരീസാണ്. മാത്രമല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന മ്യൂസിക് ഈ 19th സെഞ്ച്വറിയിൽ മ്യൂസിക് അല്ല, ഇപ്പോഴത്തെ പോപ്പ് മ്യൂസിക്കുകളെ ഓർക്കസ്ട്ര ചെയ്താണ് സീരീസിൽ വെച്ചിരിക്കുന്നത്. അതായത് ടൈലർ സ്വിഫ്റ്റിൻ്റെ, ബില്ലി ഐലിഷിൻ്റെയൊക്കെ മ്യൂസിക്സ് ഒക്കെ
ഓർക്കസ്ട്ര വേർഷനിൽ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇടുന്നതാണ് കാണിച്ചേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കളർ ഗ്രേഡിങ്, മൊത്തത്തിലുള്ള ഒരു ആർട്ട് സെറ്റപ്പുകൾ, മേക്കപ്പ്, അവരുടെ കോസ്റ്റ്യൂം, പിന്നെ ഈ ഡയലോഗ്സും ഡയലോഗ് ഡെലിവറി, ഇതൊക്കെ മൊത്തത്തിൽ 19th സെഞ്ച്വറി അല്ല, മൊത്തത്തിൽ മോഡേണും അല്ലാത്ത നല്ല വൃത്തിക്ക് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോഴും നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലൈക്ക് ഇറ്റ്സ് ഫൺ. ആ നോവൽ വായിക്കുമ്പം കിട്ടുന്ന ഒരു ഫൺ രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള പെർഫോമൻസ്, ആക്ടേഴ്സിൻ്റെ എല്ലാ സീസണിലുള്ള പെർഫോമൻസ്, കാരണം ഓരോ സീസണിലും ഓരോ ജോഡികളെയാണ് ഫോക്കസ് ചെയ്താണ് ഉള്ളത്. എല്ലാ സീസണിലും നമുക്ക് ആരെയും പ്രത്യേകിച്ച് ഒരു മോശമാണെന്ന് പറയാൻ പറ്റാത്തുള്ള രീതിയിലുള്ള ഈച്ച് ആൻഡ് എവറി പേഴ്സൺസിൻ്റെ പെർഫോമൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ആയിട്ട് ഇനി കാണാത്തവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ ഒരു റിഗ്രറ്റ് തോന്നാത്ത ഒരു അടിപൊളി സീരീസാണ് ബ്രിഡ്ജർട്ടൺ. ഇതിൻ്റെ 4ാമത്തെ സീസണിലെ ഫസ്റ്റ് പാർട്ടേ വന്നിട്ടുള്ളൂ. ഇനി അടുത്ത പാർട്ട് വരാനുണ്ട്. അപ്പം പെട്ടെന്ന് കണ്ടു തീർക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. താല്പര്യമുള്ളവർ കണ്ടു നോക്കും.